നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS 102-ാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനിക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമജീവിതം നയിച്ചുവെന്ന VSനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23-ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ഭാര്യ വസുമതിയും മക്കളായ VM അരുൺകുമാറും VV ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരചരിത്രം VSന്റെ ചരിത്രം കൂടിയാണ്. പുന്നപ്ര വയലാർ അടക്കം രാഷ്ട്രീയ കേരളത്തിന്റെ ഭാഗധേയം മാറ്റിയ സമരങ്ങളുടെ മുന്നണി പോരാളി. രാജവാഴ്ചയ്ക്കെതിരെ വൻ സമരം സംഘടിപ്പിച്ചാണ് VS രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. പുന്നപ്ര വയലാർ സമര കാലയളവിൽ കളർകോട്ട് ക്യാമ്പിന്റെ ചുമതലക്കാരൻ VS എന്ന ചുരുക്കെഴുത്തിന് വേലിക്കകത്ത് ശങ്കരൻ എന്ന പോലെ വിവാദങ്ങളുടെ സഖാവ് എന്ന മറുപേരുമുണ്ട്. പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും സമരങ്ങളുടെ വീറും വാശിയും കൈവെടിയാതെ നിലകൊണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് ചര്യ ആയിരുന്നു. 1923 ഒക്ടോബർ 20-നാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായി VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11 വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു. അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണം എന്ന മോഹം VS ഉപേക്ഷിച്ചില്ല. ജന്മിത്തവും അയിത്തവും കുഴച്ചുമറിച്ചിട്ട തിരുവിതാംകൂറിന്റെ കഥകൾ കേട്ടായിരുന്നു ബാല്യം. സവർണരുടെ സ്വാധീന പ്രദേശമായ കളർകോട്ടെ സ്കൂളിലേക്ക് നടന്നു വേണം പോകാൻ. സവർണ കുട്ടികൾ ചോവച്ചെറുക്കൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അവരെ VS ബെൽച്ചൂരി അടിച്ചോടിച്ചു. വീട്ടിലെത്തിയ സംഭവം അച്ഛനോട് പറഞ്ഞു. വഴക്കൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം നല്ല വീതിയും പിടിയുമുള്ള ഒരു അരഞ്ഞാണം അച്ഛൻ സമ്മാനിച്ചു. ആരെങ്കിലും വഴി തടഞ്ഞാലോ കളിയാക്കിയാലോ ഇത് ഊരി അടിക്കാൻ ഉപദേശവും. സവർണ കുട്ടികൾ പകവീട്ടാനായി കഥയറിയാതെ വീണ്ടും വഴി തടഞ്ഞു. അരഞ്ഞാണം അഴിച്ചെടുത്തു വീശി അവരെ അടിച്ചോടിച്ച് അച്യുതാനന്ദൻ എന്ന കുട്ടി ചരിത്രത്തെയും ഭാവിയെയും സംബോധന ചെയ്തു. അന്നേ VS അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ 7-ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിച്ചു. ജ്യേഷ്ഠൻ ഏറ്റെടുത്ത അച്ഛന്റെ ജൗളിക്കടയിൽ തുണി മുറിച്ചു കൊടുത്തും ഉടുപ്പു തുന്നിയും സഹായിയായി കൂടി. കടയിൽ വർത്തമാനത്തിന് നിരവധി ആളുകൾ വരും. സ്വാതന്ത്ര്യ സമരവും നാടുവാഴിത്തവും അടിച്ചമർത്തലും പൊരുതേണ്ടതിന്റെ ആവശ്യകതയുമൊക്കെയാകും ചർച്ച. വൈകുന്നേരങ്ങളിലെ ആ വർത്തമാന തീപ്പൊരികൾ VSലേക്കും പടർന്നു. ചേട്ടന്റെ തയ്യൽ കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പടക്കാൻ കഴിയാതായി. 15-ാം വയസ്സിൽ ആസ്പിൻ വാൾ കമ്പനിയിൽ ജോലിക്ക് കയറി. നടുവൊടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ. അവിടെയും അവൻ കലഹിച്ചു. മറ്റെന്തും സഹിക്കാം, കൂലി കൂട്ടിച്ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വർഷത്തിനിടെ ആ 16-കാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി മാറി. 17-ാം വയസ്സിൽ VSന് പാർട്ടി അംഗത്വം കിട്ടി. 1943-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി. അച്യുതാനന്ദൻ എന്ന യുവനേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു. അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി. പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണം എന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി. ഇൻക്വിലാബിന്റെ ഇടിമുഴക്കം കുട്ടനാടിന്റെ വയലേലകൾ കൊടുങ്കാറ്റായി മാറി. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുറുക്കി കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു. കൊടിയ മർദ്ദനങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, പിന്നെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം. ഒളിവു ജീവിതം, അറസ്റ്റ്, ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം. മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിടത്ത് നിന്ന് VS തിരിച്ചു വന്നു. കുട്ടനാട്ടെ പാടശേഖരമായിരുന്നു ആദ്യ സമരവേദി. പിന്നീട് പുന്നപ്ര, പറവൂർ, കളർക്കോട്, പള്ളാത്തുരുത്തി എന്നിവിടങ്ങളിലേക്ക് സമരം വ്യാപിച്ചു. 1946 ഒക്ടോബർ 23-ന് തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാളായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ പോലീസ് സ്റ്റേഷനുകളും ക്യാമ്പുകളും തുറന്നു. ഇതിനെതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി പോരാടാൻ പാർട്ടിയുടെ ആഹ്വാനം. പോലീസ് ക്യാമ്പിന്റെ അടുത്ത് പ്രകടനമെത്തിയതും ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ വെടിവെക്കാൻ ഉത്തരവിട്ടു. തോക്കേന്തിയ പോലീസിനെ വാരിക്കൊന്തവുമായി സഖാക്കൾ നേരിട്ടു. 50ഓളം പേർ വെടിയേറ്റു വീണു. തെങ്ങുകയറ്റ തൊഴിലാളി ശങ്കരൻ ഇൻസ്പെക്ടറുടെ തല വെട്ടിമാറ്റി. 10ഓളം പോലീസുകാർ മരിച്ചു.
പൂഞ്ഞാറിൽ ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ കഴിയുന്നതിനിടെ ഒക്ടോബർ 28-ന് VS അറസ്റ്റിലാകുന്നു. കൊടിയ മർദ്ദനത്തിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ലോക്കപ്പിന്റെ അഴികളിലൂടെ കാലുകൾ പുറത്തെടുത്തു. അഴികൾക്ക് വിലങ്ങനെ 2 കാലിലും ലാത്തി വെച്ചുകെട്ടി ലോക്കപ്പ് പൂട്ടി. കുറച്ച് പോലീസുകാർ ലോക്കപ്പിനകത്തും കുറച്ചുപേർ പുറത്തും നിന്നു. അകത്തുള്ളവർ തോക്കിന്റെ പാത്തി കൊണ്ട് ഇടിച്ചു. പുറത്തുള്ളവർ പാദങ്ങൾക്കകത്ത് ചൂരൽ കൊണ്ട് മാറി മാറി അടിച്ചു. വേദന അറിയാൻ പറ്റാത്തത്ര തീവ്രമർദ്ദനം. ബയണറ്റ് തോക്കിൽ ഘടിപ്പിച്ച ഒരു പോലീസുകാരൻ അതുകൊണ്ട് ഉള്ളംകാലിൽ ആഞ്ഞുകുത്തി. പാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തേക്ക്. ചോര ചീറ്റി ബോധം പോയി. മരിച്ചെന്ന് കരുതി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. ഒട്ടേറെ കളവുകേസുകളിൽ പ്രതിയായ കോലപ്പനെയാണ് ശരീരം ജീപ്പിൽ കയറ്റാൻ ഏൽപ്പിച്ചത്. ജീപ്പ് മുന്നോട്ടു പോകവേ കോലപ്പൻ VSന്റെ മൂക്കിൽ കൈവച്ചു നോക്കി. ശ്വാസം നിലച്ചിട്ടില്ല. കോലപ്പൻ പറഞ്ഞാണ് VSനെ പാലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ കള്ളന്റെ കാരുണ്യമാണ് തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പിന്നീടാണ് VS അറിഞ്ഞത്. അയാളെ പിന്നീട് ഒരിക്കലും കണ്ടുകിട്ടിയില്ല എന്ന സങ്കടവും ഉണ്ടായിരുന്നു. 1948 ഫെബ്രുവരിയിൽ ജയിൽ മോചനം. അന്ന് ബയണറ്റ് കുത്തിക്കയറ്റിയ പാട് ജീവിതാവസാനം വരെയും കാലിൽ ശേഷിച്ചു. ആ വേദനയിൽ ചവിട്ടിയാണ് VS ആവേശത്തോടെ കാടും മലയും താണ്ടിയത്. ജനകീയ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞത്, സമരവേദികളെ ത്രസിപ്പിച്ചത്, പാർട്ടിയെ ജനങ്ങളിലേക്ക് അടുപ്പിച്ചത്. VS എന്ന 2 അക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി മാറി VS. വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുത്തു. പഠിക്കാൻ അവസരമില്ലാത്തവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ജോലിയില്ലാത്തവർക്ക് ജോലി നേടിക്കൊടുക്കാൻ സഹായിച്ചു. P. കൃഷ്ണപിള്ളയാണ് VSന്റെ രാഷ്ട്രീയ ഗുരു. ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭാഗമായി. 1946-ൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭം തന്നെയാണ് ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ല്. 1965-ലായിരുന്നു VSന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന KS കൃഷ്ണക്കുറുപ്പിനോട് പരാജയപ്പെട്ടു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 1967-ൽ കോൺഗ്രസിലെ തന്നെ A. അച്യുതനെ 9515 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ വിജയം 1970-ലും ആവർത്തിച്ചു. RSPയിലെ KK കുമാരപിള്ളയായിരുന്നു എതിരാളി. എന്നാൽ 1977-ൽ VS വീണ്ടും പരാജയത്തിന്റെ കയ്പുനീര് തുകർന്നു. കുമാരപിള്ളയോട് തന്നെയാണ് VS പരാജയപ്പെട്ടത്. 77-ലെ പരാജയത്തിന് ശേഷം 1991-ലാണ് VS തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത്. മാരാരിക്കുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ D. സുഗതനെ 9980 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് VSന്റെ മടങ്ങിവരവ്. എന്നാൽ 1996-ൽ പാർട്ടിക്കുള്ളിലെ വിമത നീക്കത്തെ തുടർന്ന് ഈ മണ്ഡലത്തിൽ തന്നെ VS പരാജയപ്പെട്ടു. ഈ തോൽവിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട VS പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തനായി മാറി. 2001-ൽ CPMന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് മലമ്പുഴയിലാണ് VS ജനവിധി തേടിയത്. ഇടതുപക്ഷത്തിന് 5 അക്കത്തിന് മുകളിൽ ഭൂരിപക്ഷം സമ്മാനിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ VSന്റെ ഭൂരിപക്ഷം 4703-ൽ ഒതുങ്ങി. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയായിരുന്നു മലമ്പുഴയിൽ VSന്റെ എതിരാളി. 2006-ൽ ഇതേ മണ്ഡലത്തിൽ VS ഭൂരിപക്ഷം 20017 ഉയർത്തിയിരുന്നു. 2001-2006 കാലത്ത് പ്രതിപക്ഷ നേതാവായി എത്തിയതോടെ കർക്കശക്കാരനും പരുക്കനുമായി അറിയപ്പെട്ട VSന് ജനകീയ മുഖം കൈവന്നു തുടങ്ങി. മതികെട്ടാൻ വിവാദം, പ്ലാച്ചിമട വിവാദം, കിളിരൂർ പെൺവാണിഭ കേസ്, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് ഉൾപ്പെടെ പൊതുജന പ്രശ്നങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങളിലും ജനപക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുകയും അവ തുറന്ന് സംവദിക്കുകയും ചെയ്ത് അദ്ദേഹം ജനമനസ്സിലെ നായകസ്ഥാനം ഏറ്റെടുത്തു. പലതവണ നിയമസഭയിൽ എത്തിയിട്ടും അധികാരസ്ഥാനങ്ങൾ VSന് ഏറെ അകലെയായി മാറി. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കും, VS ജയിച്ചാൽ പാർട്ടി തോൽക്കും. ഈ ഒരു പ്രയോഗം തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രയോഗത്തിന് അവസാനമിട്ട് 2006-ൽ LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും VSനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് 82 വയസ്സുള്ള VS. 2011-ൽ VS വീണ്ടും മലമ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അത്തവണ LDF പ്രതിപക്ഷത്തായിരുന്നു. 2016-ൽ LDF ഭരണത്തിൽ തിരിച്ചുവന്നു. VS മലമ്പുഴയിൽ നിന്ന് വിജയം ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയായത് പിണറായി വിജയനായിരുന്നു. അനുരഞ്ജനം എന്ന നിലയിൽ VSനെ പിന്നീട് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാക്കി. പ്രായാധിക്യത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് 2021-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ലായിരുന്ന VS
കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.